അഹമ്മദാബാദിൽ നിന്ന് 3 ഭീകരരെ, അതും IS ഭീകരരെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. ഇതോട് ചേർത്ത് വായിക്കുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അതായത് ഇന്ത്യക്കെതിരായിട്ട് ഭീകരാക്രമണം നടത്താൻ വേണ്ടി പാകിസ്ഥാനിൽ പ്രത്യേക സംഘം തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു പുതിയ വാർത്തയായിട്ട് നമുക്ക് തോന്നില്ല. കാരണം പലതരത്തിലുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളുടെ പേരുമായിട്ട് നമ്മളിപ്പോൾ പരിചിതരാണ്. പക്ഷേ ആ ഭീകരവാദ ഗ്രൂപ്പുകളിൽ നിന്ന് പോലും പ്രത്യേക തരത്തിൽ ഒരു സംഘത്തെ ഇവർ നിർമ്മിച്ചെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ പരിശീലനം നൽകിയെടുത്തിരിക്കുന്നു എന്നൊരു വാർത്തയാണ്. ഇതിനിടയിലാണ് അഹമ്മദാബാദ് കേന്ദ്രീകരിച്ച 3 ISIS ഭീകരർ പിടിയിലായിരിക്കുന്നത്. ഇവരും ചെയ്യാൻ പോയിരുന്നത് ഭാരതത്തിൽ ആക്രമണത്തിന് പദ്ധതിയിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവർ തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ള വിവരമൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കേന്ദ്ര ഏജൻസികളും ഗുജറാത്ത് ഭീകരവിരുദ്ധ സേനയും സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത്. നിസ്സാരക്കാരൊന്നും അല്ല പിടിയിലായിരിക്കുന്നത്. ചൈനയിൽ നിന്ന് MBBS നേടിയിട്ടുള്ള ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദ്, മുഹമ്മദ് സുഹൈൻ ആസാദ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. അതായത് ഇവർ ഡോക്ടർ ആവാൻ പഠിച്ചിട്ടുള്ള ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാരെ ബ്രെയിൻ വാഷ് ചെയ്താണ് ഇവരെ ഇതിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് വേണം നമ്മൾ വിചാരിക്കാനായിട്ട്. എന്തായാലും ഇവർ ഡൽഹി, ലക്നൗ, അഹമ്മദാബാദ് എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതിയാണ് ഇട്ടിരുന്നത്. ഒരിക്കൽ ഇതേ തരത്തിൽ പദ്ധതിയിട്ട് വന്നവരാണ് മുംബൈ ഭീകരാക്രമണം നടത്തിയത്. അതിനുശേഷം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടു. ഇതിനിടയിൽ നമ്മുടെ റോയുടെ മുൻ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞത് എന്താണ്? പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അടുത്ത് തന്നെ ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം ഇത് പറഞ്ഞു വെച്ചതിനു ശേഷം തന്നെയാണ് ഈ ഒരു ഭീകരർ പിടിയിലായിരിക്കുന്നത്, മറ്റു വാർത്തകൾ വരുന്നത്. അപ്പോൾ ഇത് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ ഇവിടെ ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഭീകരർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ അറസ്റ്റിലൂടെ പുറത്തു വരുന്നത്. ഇവരുടെ പക്കൽ നിന്ന് 4 വിദേശ നിർമ്മിത തോക്കുകൾ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് ഗുജറാത്ത് ATS DIG സുനിൽ ജോഷി അറിയിച്ചിട്ടുണ്ട്. അദലാജ് ടോൾ പ്ലാസയ്ക്ക് സമീപം ആയുധങ്ങളും രാസവസ്തുക്കളുമായി കാറിൽ സഞ്ചരിക്കവെയാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഭാരതത്തിൽ ഭീകരാക്രമണത്തിനുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇവർ. ഇതിനു വേണ്ടിയിട്ട് ഇവർ സ്ഥലങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. 3 മാസങ്ങളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇതിനിടയിൽ തന്നെയല്ലേ നമുക്ക് ഈ വാർത്ത കൂടി, അതായത് ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം നടത്താൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ പുതിയ ഒരു വിങ്ങിനെ തന്നെ നിർമ്മിച്ചെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ പരിശീലനം നൽകി പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത്. നമുക്കറിയാം പാകിസ്ഥാൻ സൈന്യമടക്കം ഇതിനു വേണ്ടി, ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യം അതായത് ഇന്ത്യ പലതവണ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകര പ്രവർത്തനത്തിന് പാകിസ്ഥാന് S1 എന്ന പേരിൽ പ്രത്യേക സംഘമാണ് ഉള്ളത്. ഇവർക്കാണ് പരിശീലനം നൽകിക്കൊണ്ടിരുന്നത് എന്നാണ്. അപ്പോൾ ഈ വിവരം പുറത്തു വരുന്നത് തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളുടെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് NDTV റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണിത്. ഈ S1 എന്നുള്ള പേരിൽ പ്രത്യേക സംഘത്തെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സംഘത്തെ തന്നെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. 1993 മുംബൈ സ്ഫോടനങ്ങൾ മുതൽ ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണം വരെ ഈ S1 എന്ന് പറയുന്ന സംഘമാണ് ആസൂത്രണം ചെയ്തത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ഇതിൽ പറയുന്നത് S1 എന്ന് പറഞ്ഞാൽ സബ്വേർഷ്യൽ 1 എന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. പാകിസ്ഥാനിലെ അതിർത്തി കടന്നിട്ടുള്ള ഭീകരവാദത്തിൻ്റെ ശക്തികൾക്ക് പിന്നിലെ ഏറ്റവും വലിയ പ്രേരക ശക്തി എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പാണ്, ഈ ഒരു യൂണിറ്റാണ്. അതായത് നമ്മൾ പറയില്ലേ റോ എന്നൊക്കെ പറയുന്ന, നമ്മുടെ CBI എന്നൊക്കെ പറയുന്നത് പോലെ, അന്വേഷണ ഏജൻസികളെ കുറിച്ച് പറയുന്നത് പോലെ ഇവർ പ്രത്യേക തരത്തിൽ പരിശീലനം നൽകി നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു ടീമാണ് S1 എന്ന് പറയുന്നത്. ഈ യൂണിറ്റാണ് ഈ പറയുന്ന ആക്രമണങ്ങൾക്കെല്ലാം
പിന്നിൽ പ്രവർത്തിച്ചത് എന്നുകൂടി പറയുമ്പോൾ ഇവർ എത്രമാത്രം ശക്തി പ്രാപിച്ചതിന് ശേഷമാണ് ഈ വാർത്തകളെല്ലാം പുറത്തു വരുന്നത് എന്ന് കൂടി നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പോൾ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം മികവോടുകൂടി ഈ പ്രവർത്തനങ്ങളോ അന്വേഷണങ്ങളോ ഒക്കെ നടത്തുകയും ചെയ്യുമ്പോൾ ഭീകരർ അതേ രീതിയിൽ തന്നെ പല രീതിയിൽ ഇവർക്ക് നമുക്ക് മനസ്സിലാകാൻ കഴിയാത്ത രീതിയിൽ നമുക്കിടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സജ്ജമായിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ സജ്ജമാക്കിയിരിക്കുന്നു, അതിന് വേണ്ടുന്ന പരിശീലനങ്ങളൊക്കെ നൽകിയിരിക്കുന്നു. പാകിസ്ഥാൻ ആർമിയിലെ ഒരു കേണലാണ് S1നെ നിയന്ത്രിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. 2 റാങ്കിംഗ് ഓഫീസർമാർ കൂടി ചേർന്നിട്ടാണ് ഇതിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ 2 ഓഫീസർമാരുടെയും കോഡ് നാമങ്ങൾ ഗാസി 1 എന്നും ഗാസി 2 എന്നുമാണെന്നും ഇവർ രഹസ്യാന്വേഷണ വൃത്തങ്ങളൊക്കെ വെളിപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം സൈന്യം തന്നെ നേരിട്ട് ഭീകരർക്ക് ക്ലാസ്സുകൾ എടുക്കുന്നതും അവരെ ആയുധം ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നതും ഒക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് ആർമിയിലെ മുൻ ഉദ്യോഗസ്ഥർ, കേണൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പരിശീലനം നൽകുന്ന എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. ഇസ്ലാമാബാദ് ആസ്ഥാനമാക്കിയിട്ടാണ് S1 പ്രവർത്തിക്കുന്നത്. ഭീകരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണത്തിൻ്റെ ഭൂരിഭാഗവും ലഭിക്കുന്നത് സ്വാഭാവികമായും നമുക്കറിയുന്നത് പോലെ മയക്കുമരുന്ന് വിൽപ്പന വഴിയാണ് ഇവർ ആർജിച്ചെടുക്കുന്നത്. ഇതിന് വേണ്ടുന്ന ആളുകളൊക്കെ ഇവരുടെ ശൃംഖലകളിൽ ഉണ്ട് താനും. എന്തായാലും S1 ഉദ്യോഗസ്ഥരും പരിശീലകരും എല്ലാം തന്നെ ബോംബുകളും ഇംപ്രവൈസ്ഡ് സ്ഫോടക വസ്തുക്കളും എല്ലാം നിർമ്മിക്കുന്നതിൽ വിദഗ്ധരാണ്. കൂടാതെ വിവിധ തരത്തിലുള്ള ചെറു ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇവർ സമർത്ഥരാണ് എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ആർമിയിൽ തന്നെ പലതരം വിങ്ങുകളുണ്ട്. ഗറില്ല പോലുള്ള, ഖുർഖാസ് പോലുള്ള പലതരം വിങ്ങുകളുണ്ട്. അവർക്കൊക്കെ പ്രത്യേകം ആ ഒരു വിങ്ങിന് വേണ്ടുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള കമാൻഡോ പരിശീലനങ്ങളുണ്ട്. ഈ പരിശീലനങ്ങളെല്ലാം കൊടുക്കുന്നത് പോലെ തന്നെ ഇവർ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് ഏതെല്ലാം രീതിയിൽ ഇവർ ആക്രമിക്കണം എന്നുള്ളതിനൊക്കെ പരിശീലനം, അത്രയും പ്രത്യേകമായ പരിശീലനം ആരാണ് കൊടുക്കുന്നത്? ഈ കേണലാണ്, ആർമിയിലെ കേണൽമാരാണ് ഈ പരിശീലനം നൽകുന്നത്. ഇവർ കൂടാതെ ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളുടെയും വിശദമായിട്ടുള്ള ഭൂപടങ്ങളൊക്കെ ഈ പറയുന്ന S1 എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ കയ്യിലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു യൂട്യൂബർ, ആ യൂട്യൂബർ സ്ത്രീ യൂട്യൂബറാണ്. ഇവിടെ വരികയും അവർ നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള പല മേഖലകളുടെയും ഒക്കെയും പടങ്ങൾ എടുക്കുകയും ഇത് ISIക്കൊക്കെ കൊടുത്തു എന്നുള്ള വാർത്തകളും ഒക്കെ വരികയും ചെയ്തതാണ്. വലിയ വിവാദമായിരുന്നു. അതിനുശേഷം പല യൂട്യൂബർമാരും നിരീക്ഷണത്തിലായിരുന്നു. ഇതിൻ്റെ പിന്നാലെ തന്നെ പല യൂട്യൂബർമാർ വീണ്ടും അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യൂട്യൂബർമാരെ പോലും ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ ചാരസംഘടനയായിട്ടുള്ള ISI നമ്മുടെ രാജ്യത്തെ പല കേന്ദ്രങ്ങളും, നിർണായകമായിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള പല കേന്ദ്രങ്ങളുടെയൊക്കെ വിവരങ്ങളും പടങ്ങളും എല്ലാം ചോർത്തിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ DRDO പോലുള്ള നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളിൽ കയറി കൂടുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർ ഏതെല്ലാം തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം വായിച്ചെടുക്കുമ്പോഴാണ് മനസ്സിലാവുക. പ്രത്യേകിച്ച് പെട്ടെന്ന് നുഴഞ്ഞു കയറി ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കുക മാത്രമല്ല ഇവരുടെയൊക്കെ ലക്ഷ്യം. ഇവർക്ക് നൽകുന്ന ഈ ഭൂപടം കിട്ടി എന്ന് പറയുമ്പോഴും ഈ ഭൂപടത്തിൻ്റെ പ്രധാനപ്പെട്ട പിൻ പോയിന്റ്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ നിന്ന് തന്നെ ഇവർക്ക് ചോർത്തിയെടുക്കാൻ വേണ്ടുന്ന ആരെങ്കിലും ഒക്കെ ഇവർ സ്വാധീനിച്ചിട്ടുണ്ടാകും. നമുക്ക് 25 വർഷമായിട്ട് ഈ S1 എന്ന് പറയുന്ന പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അടുത്തിടെയാണ് നമ്മുടെ ഏജൻസികളുടെയൊക്കെ കണ്ണിൽ, റഡാറിൽ ഈ ഒരു ഗ്രൂപ്പിനെ പറ്റി, ഈ ഒരു യൂണിറ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ പതിയുന്നത്, അവർ അന്വേഷിക്കുകയും ചെയ്യുന്നത്. ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ പ്രത്യേകമായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക
സംഘമാണ് S1 എന്ന് പറയുന്നത്. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഭീകര ഗ്രൂപ്പുകളുമായിട്ടും ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് NDTVയുടെ തന്നെ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയിട്ടുള്ള സംഘടനകളുടെയൊക്കെ ഭീകര പരിശീലന ക്യാമ്പുകളിൽ S1ന്റെ പ്രവർത്തകരെ കണ്ടിട്ടുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. ഈ യൂണിറ്റ് വളരെ രഹസ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ഭീകര ഗ്രൂപ്പുകൾക്ക് ഇവരുടെ പരിശീലകർ S1 ഗ്രൂപ്പുകളിൽ നിന്നുള്ളവരാണെന്ന് അറിയുക പോലുമില്ല. S1ൽ നിന്നും ഏകദേശം 1000കണക്കിന് തീവ്രവാദികൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് എന്ന് പറയാതെയും വയ്യ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.